ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മളിപ്പോൾ ടിപ്പ് വീഡിയോസ് അതുപോലെ തന്നെ നമ്മൾ കേക്ക് മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്യുന്നില്ല, അപ്പോൾ അതും കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഫോണ്ടൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ഇത് വെള്ളം ഒഴിക്കുമ്പോഴാണ് അറിയുള്ളൂ ഏകദേശം എത്ര വേണമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. പക്ഷേ കണ്ടോ ഇതേപോലെ കട്ടയായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോഴും അത്ര അങ്ങോട്ട് ലൂസായിട്ട് കിട്ടിയില്ല. വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, ഇതേപോലെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആവണം. ഇനി അത് മാറ്റി വയ്ക്കാം നമുക്ക്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്, നമ്മുടെ സാധാരണ പഞ്ചസാര. എന്നിട്ട് നമ്മുടെ സോക്കായിട്ടുള്ള നമ്മുടെ ജെലാറ്റിനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇത്രയും ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെടുത്ത് ഗ്യാസ് സ്റ്റോപ്പുമ്മ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതിലും കൂടി പോവരുത് കേട്ടോ, കുറഞ്ഞും പോവരുത് കൂടിയും പോവരുത്. കറക്റ്റ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ പാന് മാറ്റണം കേട്ടോ. സ്റ്റൗ ടോപ്പിൽ നിന്ന് ഈ പാൻ മാറ്റണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിപ്പോൾ 1 സ്ട്രിങ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതൊരു 1 സ്ട്രിങ് കേട്ടോ, അതിൽ കൂടുതരുത്. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, പൊടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിനെ അങ്ങ് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ അരിച്ചെടുക്കുമ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഇങ്ങനെ ഗ്രാനുൾസ് പോലെയൊക്കെ എടുക്കുന്നുണ്ട്, തരി ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഫൈൻ പൗഡർ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഐസിങ് ഷുഗർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അരിച്ചെടുത്ത ആ ഷുഗറിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം, ഈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തൊരു പരുവം വരും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഉണ്ടോ, ഇത് സ്പൂൺ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളുടെ എല്ലാതും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ടേബിൾ ടോപ്പും വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ്ങിലാണ് ഇതിൻ്റെ മെയിൻ സീക്രട്ട് ഇരിക്കുന്നത്. നമുക്ക് നല്ല ഫൈൻ ആൻഡ് നല്ല ടെക്സ്ചറോട് കൂടിയുള്ള ഫോണ്ടൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള നല്ല ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിനെ സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സോഫ്റ്റായി എന്ന് തോന്നുന്ന സമയത്ത് ഇതിനൊരു ഷൈനിങ് ഇഫക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലോ കോൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലൊന്നും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെജിറ്റബിൾ ഓയിൽ. നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുതേ. അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വിചാരിച്ച പോലെയല്ല, സ്മെല്ലൊക്കെ മാറും. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗീ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്ന് കുഴപ്പമില്ല. കേക്കിൽ നമ്മൾ ഓൾറെഡി ഗീ ഒക്കെ ചേർക്കുമല്ലോ, ബട്ടറൊക്കെ ചേർക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതായാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതേപോലത്തെ ഓയിലാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു നോക്കുക നമ്മുടെ ടെക്സ്ചർ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വലിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് അതായത് നീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല സ്മൂത്തായിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ പരത്താനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോണ്ടൻ്റാണ് കേട്ടോ ഇത്. കണ്ടോ ഇപ്പം നമുക്ക് വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫോണ്ടൻ്റ് ഒന്നും മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ ഫോണ്ടൻ്റ് അത്ര പ്രാക്ടീസിലായിരിക്കും. അപ്പോൾ ഫോണ്ടൻ്റൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കേക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഇത് മതി കേട്ടോ.
ഞാനിതുപോലെ ചെയ്തിട്ടാണ് കേട്ടോ കേക്കിൽ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസൊക്കെ ചെയ്യുക. ഞാൻ ഇതുവരെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഫോണ്ടൻറ്റ് കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ ഫോണ്ടൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് ഒരിക്കലും വെക്കരുത്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ക്ലിങ് ഫിലിമോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആദ്യമേ റാപ്പ് ചെയ്തെടുക്കുക. എയർ കയറിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കണം. എന്നാൽ മാത്രമാണ് അത് ഡ്രൈ ആവാതെ കുറേ സമയം നമുക്ക് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോണ്ടൻ്റാണ് കേട്ടോ. അധികം പണിയൊന്നുമില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേറെ ഒരുപാട് കറക്റ്റ് മെത്തേഡിൽ ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഏകദേശം 80-90% അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ചെറിയൊരു ടെക്സ്ചറിൽ മാത്രം ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ്, ലിക്വിഡ് ഗ്ലൂക്കോസ്, കോൺ സിറപ്പ് ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷോപ്പിലത്തെ ഫോണ്ടൻറ്റ് പോലെ തന്നെ കിട്ടും. പക്ഷേ അതൊക്കെ ഒരുപാട് പണിയാണ്. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഫോണ്ടൻറ്റ് മേടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഫോണ്ടൻറ്റ് മേടിക്കാനും പറ്റുന്നില്ല, ഇതേപോലെയൊക്കെയാണ്, നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കുകയും മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്താക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയുണ്ട് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ജെലാറ്റിൻ ഇല്ലാതെ എങ്ങനെ ഫോണ്ടൻറ്റ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയയും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുക, അങ്ങനെ വേണമെങ്കിൽ ഞാൻ ആ വീഡിയോയും ഇനി വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.